ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ കുറേയധികം കമൻസുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ കമൻസിനൊക്കെ റിപ്ലൈ കൊടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒത്തിരി പേർക്ക് വീഡിയോസിലൂടെ ഭയങ്കരമായിട്ടൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. പിന്നെ പലരുടെയും അനുഭവങ്ങൾ ഓരോരുത്തർ ഷെയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ പിന്നെ സൊല്യൂഷൻസ് ചോദിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങണമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ സ്റ്റാൻഡ് വാങ്ങിക്കണം എന്നുള്ളതൊക്കെ, വീഡിയോ എടുക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ ശരിയായി. ഞാൻ എന്താണോ വിചാരിച്ചത്, അപ്പോൾ ഇതും ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് തന്നെ പറയാം കേട്ടോ. കാരണം ഞാൻ വിചാരിച്ച ഒരു ട്രൈപോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചെന്നപ്പം നോക്കി, ഇവിടെ ലുലുവിൽ പോയി നോക്കിയപ്പോൾ ഭയങ്കര റേറ്റ്. അപ്പോൾ ഞാൻ എത്രയും റേറ്റിനൊന്നും വാങ്ങിക്കണ്ട അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടോ. പക്ഷേ നെക്സ്റ്റ് ഡേ ചെന്നപ്പോഴത്തേക്കും ഇവിടെ മിഡ് നൈറ്റ് ഓഫർ ഉണ്ട്. ആ സെയിം പ്രൊഡക്റ്റ് തന്നെ പകുതി വിലയ്ക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. ഞാനത് വാങ്ങിച്ചു. എന്നുവെച്ചാൽ നമുക്ക് ഇതിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമുക്കിപ്പോൾ ഒരു കാറ് വേണമെന്നുണ്ടെങ്കിൽ ആ കാറിൻ്റെ മോഡൽ എല്ലാം ആ ഒരു ക്ലിയർ കട്ടായിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊരു വിഷൻ ഉണ്ടായിരിക്കണം. എന്നിട്ട് നമ്മളതിനെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക, ബ്യൂട്ടിഫുള്ളായിട്ട് വിഷ്വലൈസ് ചെയ്യുക. വളരെ സന്തോഷത്തോടു കൂടി അത് യൂസ് ചെയ്യുന്നതൊക്കെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അത് എത്തിച്ചേരും ഉറപ്പായിട്ടും. അതെങ്ങനെയാണ്, ഏത് വഴിയാണ്, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം ആ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ട്രൈപോഡിൻ്റെ കാര്യം പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എത്ര പേര് വിശ്വസിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇത് വളരെ റിയലായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, നമ്മൾ കൊടുക്കുന്ന ഒരു ആത്മാർത്ഥത, അത് 100% ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാതിരിക്കില്ല. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് ഉണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചൊരു കമൻ്റാണ്. അതായത് ഹസ്ബൻഡുമായിട്ട് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവസാനം സ്വന്തം വീട്ടിലാണോ എന്നറിയില്ല, തിരിച്ച് വന്നു എന്ന് പറഞ്ഞ് 3 മക്കളുണ്ട്. ഈ ഒരു സെയിം കമൻറ്റ് ഞാൻ ആദ്യം തൊട്ടേ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കമൻറ്റ് കിടപ്പുണ്ട്. അപ്പോൾ എനിക്കത് എന്നെ ഭയങ്കരമായിട്ട് എനിക്കൊരു പെയിൻ തന്ന ഒരു കമൻറ്റാണത്. അപ്പോൾ നമുക്ക് സ്ത്രീകൾക്കത് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സ്ത്രീകൾക്കെന്ന് പറയുന്നില്ല കേട്ടോ, എല്ലാ സ്ത്രീകളെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മളെ ജീവിതത്തിലൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളവർ, നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തന്നിട്ടുള്ളവരും ഈ സ്ത്രീ എന്ന് പറയുന്ന വിഭാഗങ്ങൾ തന്നെയായിരിക്കും. സ്ത്രീയാണ് സ്ത്രീകളുടെ ശത്രു എന്ന് പറയുന്നത് പോലെ തന്നെ പല സ്ത്രീകളും കാരണമായിരിക്കും പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുള്ളത് അല്ലേ. അപ്പം എല്ലാ സ്ത്രീകൾക്കും മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. മനസ്സാക്ഷിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവാണ് എല്ലാം അല്ലേ, അങ്ങനെയാണ് ആ വീട്ടിലോട്ട് പോകുന്നതും എല്ലാം. പക്ഷെ അവിടെ അത് ഓക്കെ അല്ല, മദറിനിലോ ഓക്കെ അല്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നേരിട്ടിട്ട് അവസാനം ഒട്ടും പറ്റാത്തൊരവസ്ഥയിലാണ് 3 കുട്ടികളെയും കൊണ്ട് വീട്ടിലോട്ട് വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. പക്ഷെ ആലോചിക്കുക, സ്വന്തം വീട്ടിലാണെന്നുണ്ടെങ്കിലും എത്ര നാളിങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റും എന്നുള്ളത്. നമുക്ക് എല്ലാത്തിനെ കഴിഞ്ഞ് മെയിനായിട്ട് വേണ്ടത് നമുക്കൊരു ഏണിങ് വേണം അല്ലേ. അപ്പോൾ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ചൊന്നും ചിന്തിക്കരുത് ദയവ് ചെയ്ത്. അത് ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല. ആ മക്കളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് ചിന്തിക്കേണ്ട. നമ്മൾ എത്ര വിഷമിച്ചിരുന്നാലും, നമ്മൾ തകർന്നിരുന്നാലും, നമ്മൾ ആരോടെങ്കിലും പോയി വിഷമം പറഞ്ഞാൽ ചിലപ്പോൾ അവർക്കൊന്നും നമ്മളെ മനസ്സിലാക്കണം എന്നില്ല. അവർ ചുമ്മാ കേട്ട് ചിലപ്പം ഇപ്പുറത്തൂടി കേട്ടിട്ട് അപ്പുറത്തൂടെ കളയും. ഞാൻ എൻ്റെ ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ വിഷമങ്ങൾ പറഞ്ഞിരുന്നത് എന്നോട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ എന്നെ ബുദ്ധിമുട്ടിക്കുന്ന, എന്നെ ഹേർട്ട് ചെയ്യുന്ന ആ ആളുകളോട് തന്നെയായിരുന്നു. കാരണം എനിക്ക് വേറെ ആരും ഇല്ല പറയാൻ. എൻ്റെ ചുറ്റിനുമുള്ള ആൾക്കാർ, ഇവരുടെ ചുറ്റിനുമാണ് ഞാൻ നിൽക്കുന്നത്. ഈ ചുറ്റിനുമുള്ള ആൾക്കാരുടെ നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് വേറെ ആരും ഇല്ല സംസാരിക്കാൻ, പറയാനൊന്നും ആരും. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ അബുദാബിയിലുള്ള ഒരാളാണ്. അപ്പം എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ നമ്മളുടെ ഈ അവസ്ഥകളൊക്കെ മാറും, അതാണ് സത്യം. അപ്പം നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ മാറുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് പുതിയ നല്ല നല്ല ബന്ധങ്ങൾ വരും. നമ്മളെ മനസ്സിലാക്കാനുള്ള സുഹൃത്തുക്കളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, നമ്മൾ പോലും അറിയാത്ത നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നല്ല നല്ല വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പം ഇത് ലൈഫിൻ്റെ ഒരു എൻഡാണെന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. കൂടുതൽ ധൈര്യത്തോടെ പോവുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അഫർമേഷൻസ് എഴുതുക. ചിലപ്പം പ്രാർത്ഥിക്കാനോ മെഡിറ്റേഷനോ ഒന്നും തോന്നില്ല, ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥ. എനിക്ക് മനസ്സിലാവും. നമ്മൾ അങ്ങേയറ്റം തകർന്നിരിക്കുന്ന സമയത്ത് നമുക്കിതിനൊന്നും തോന്നത്തില്ല അല്ലേ, അതല്ലേ സത്യം. പക്ഷേ എന്നിരുന്നാലും നമ്മളെ നിർബന്ധിച്ച്
ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ലെന്നേ, അതാണ് സത്യം. നമ്മളിപ്പോൾ നമ്മുടെ ഒരു സിറ്റുവേഷൻ വളരെ മോശമാണെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ആരെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ അത് ഒരു നീണ്ട ഒരു ലോങ് ടൈമിലേക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ, അത് പലർക്കും പിന്നെ നമ്മളൊരു ബുദ്ധിമുട്ടാവും. അതാണ് വരാൻ പോകുന്നത്. അപ്പം നമുക്കൊരാളെയും ലൈഫ് ലോങ് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം. ഞാനതാണ് പറയുന്നത് എപ്പോഴും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമോഷണലി ഫിറ്റ് ആകുക. ഇമോഷണലി ഫിറ്റ് ആയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമുക്കൊരു ഏണിങ്സ് ഉണ്ടാവുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ ഇരുന്ന് നമ്മളെപ്പോഴും കരഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ കരച്ചിൽ വരും, ഡൗൺ ആവും, ഫുഡ് കഴിക്കാതിരിക്കും, ഉറക്കം വരാതിരിക്കും. ഇതൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ ഞാനും ഫേസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പ്രഗ്നൻസിയിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട്. അപ്പോഴും ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഫോൾട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ മനസ്സിലാക്കാത്ത കുറേ ആളുകളോട്, അല്ലെങ്കിൽ എന്നെ വേദനിപ്പിച്ച ആളുകളോട് തന്നെയായിരുന്നു ഞാൻ എൻ്റെ വിഷമങ്ങൾ പോയി പറഞ്ഞിരുന്നത്. അതിപ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അന്ന് ഞാൻ ഒട്ടും ഇമോഷണലി ഫിറ്റ് അല്ല, ഞാൻ ഒട്ടും സ്ട്രോങ് അല്ല, ഒട്ടും കോൺഫിഡൻ്റ് അല്ല, ഒരു ഇൻട്രോവേർട്ടാണ്, മൊത്തം പേടിയാണ്, എല്ലാവരോടും പേടി എന്നുള്ളൊരു ഇതാണ്. കാരണം അത് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. ആ ഒരു പേടി, നമുക്ക് ഈ ഒരു പേടിനെ എടുത്ത് മാറ്റണം. നമ്മൾ സ്ട്രോങ് ആവണം, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരണം. നമുക്ക് നമ്മളോട് മോശമായിട്ട് പെരുമാറ്റമുണ്ടെങ്കിൽ, നമ്മൾ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കത് താല്പര്യമില്ല, എന്നോട് ഇങ്ങനെ പെരുമാറണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് ധൈര്യത്തോടെ പറയാനുള്ള ഗട്ട്സ് വേണം. നമ്മളങ്ങനെ പറയുമ്പോൾ നമ്മളെ വേദനിപ്പിച്ച പല ആൾക്കാർക്കും, നമ്മളെ വരച്ച വരയിൽ നിർത്തിയ പല ആൾക്കാർക്കും, അല്ലെങ്കിൽ അവരെന്ത് പറഞ്ഞാലും നമ്മൾ മിണ്ടാതെ നിൽക്കണം എന്ന് വിചാരിച്ച കുറേ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇവർക്കൊക്കെ ശരിക്കും കുരുപൊട്ടാൻ തുടങ്ങും. അല്ലേ, നമ്മളൊന്ന് റിയാക്ട് ചെയ്ത് നമ്മളൊന്ന് മാറി നമുക്ക് കുറച്ച് ധൈര്യമൊക്കെ വെച്ച് തുടങ്ങി, നമ്മൾ നോ പറയാൻ തുടങ്ങി എന്ന് തുടങ്ങുമ്പോൾ മനസ്സിലായി തുടങ്ങുമ്പോഴല്ലോ ഇവർക്കൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം വരും, വെറുപ്പ് വരും. ചിലപ്പോൾ നമ്മളെക്കുറിച്ച് ഇല്ലാത്ത പല കാര്യങ്ങളും, നമ്മൾ മനസ്സുകൊണ്ട് പോലും അറിയാത്ത പല കാര്യങ്ങളും പറഞ്ഞ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ പിന്നെ പോയിക്കോട്ടെ. അവർക്കതാണ് സമാധാനം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവരങ്ങനെ തന്നെ ചെയ്യട്ടെ. അവർ ആ ഒരു അവസ്ഥയിൽ എത്ര നാളും മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊന്ന് നോക്കാമല്ലോ. അവർ ഇപ്പോൾ നമ്മളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അവരെക്കൊണ്ട് നമുക്കൊരു ഉപകാരമില്ല. അവർ നമ്മളെ എപ്പോഴും ഹേർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, നമുക്ക് നെഗറ്റീവ്സ് മാത്രമേ തരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആരും ചിന്തിക്കുന്നില്ല നമ്മളെക്കുറിച്ച് നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, നമ്മളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ അകന്നു പോവുകയുള്ളൂ എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഒരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളും ചെന്ന് കയറി കെട്ടിപ്പിടിക്കുകയോ അറ്റാച്ച്മെൻറ്റിനെ ശ്രമിക്കുകയോ ഒന്നുമില്ല. വീണ്ടും അകന്ന് പോവുകയുള്ളൂ. ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ ഒരാൾ മാത്രം ശ്രമിച്ചിട്ട് കാര്യമില്ല, രണ്ട് കൂട്ടരും ശ്രമിക്കണം, അല്ലേ? അപ്പോൾ ഞാൻ എത്ര ചെയ്താലും, എത്ര ഇൻസൾട്ട് ചെയ്താലും, എത്ര ഹേർട്ട് ചെയ്താലും, എത്ര ഇമോഷണലി നെഗറ്റീവ് ആക്കിയാലും അവൻ എൻ്റെ കൂടെ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം കേട്ട് നിൽക്കണം, ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ച് നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുമോ? ഇല്ലില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രൈവസി ഉണ്ട്. വ്യക്തിത്വം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. അമ്മ മക്കളുടേതാണെങ്കിലും, മക്കൾ അമ്മയുടേതാണെങ്കിലും, പാരൻസ് അല്ലെങ്കിൽ അച്ഛൻ മക്കളെ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തികളെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ ഏത് ബന്ധവും മര്യാദയ്ക്ക് പോവുള്ളൂ. അല്ലെങ്കിൽ കുറേ നാൾ എല്ലാവരും ക്ഷമിച്ചൊക്കെ നിൽക്കും. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ ഉണ്ടല്ലോ എല്ലാവരും റിയാക്ട് ചെയ്ത് തുടങ്ങും, എല്ലാവരും ചേഞ്ച് ആയി തുടങ്ങും. ഭയങ്കരമായിട്ടൊരു ചേഞ്ച് വന്ന് കുറേ അടികൾ കിട്ടിയിട്ടൊരു ചേഞ്ച് വന്നാൽ പിന്നെ നമുക്കവരെ തിരിച്ച് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഒത്തിരി ഇപ്പോൾ നമുക്ക് കമൻറ്റ് വരാറുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത്. ശരിയാണ്, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളെ വേദനിപ്പിക്കേണ്ടതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ടാവുന്നത്, അല്ലേ? അപ്പോൾ എന്താ ചെയ്യണം? ഞാനതുകൊണ്ടാണ് ഈ ഡിറ്റാച്ച്മെൻറ്റ് തിയറി എപ്പോഴും പറയുന്നത്. നമുക്ക് അറ്റാച്ച്മെൻറ്റ്സ് എപ്പോഴും വേദനകളാണ് തരുന്നത്. നമ്മൾ ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന, ഒരുപാട് വേദനിപ്പിക്കുന്ന, ഇൻസൾട്ട് ചെയ്യുന്ന, നമ്മളെ ഒരിക്കലും ഉയരാൻ സാധിക്കാതെ ഡൗൺ ആക്കി, നമ്മളെക്കുറിച്ച് കുറ്റം മാത്രം കണ്ടുപിടിച്ച് എപ്പോഴും മറ്റുള്ളവരോട് പരദൂഷണം അങ്ങനെ നമ്മളെ വെറും സീറോ ആക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ബന്ധത്തിൽ നിന്നും ഒരു ഡിറ്റാച്ച്മെൻറ്റ് എടുക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അത് നമ്മളുടെ ഗ്രോത്തിന് വേണ്ടിയല്ലേ. അല്ലാതെ നമ്മളിത് കേട്ടിട്ട് സ്ഥിരം ഇങ്ങനെ കരഞ്ഞിരുന്ന് അയ്യോ അവർക്ക് എന്നോട് ഇങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ച് കരഞ്ഞിരുന്നിട്ട് എന്താ നേട്ടം? അവർ നമ്മളെക്കുറിച്ച് ഒരിക്കലും ആലോചിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ വിഷമമാകും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ചെയ്യുന്ന മോശമാണ്, ഞാൻ ഇങ്ങനെ ചെയ്താൽ അവർക്കത് ഒരുപാട് ഫീൽ ചെയ്യും, അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരാരും നമ്മൾ ഹേർട്ട് ചെയ്യാൻ വരില്ല, അല്ലേ? അപ്പം നമ്മൾ കൊടുക്കുന്ന ആ ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ നമ്മളോടും വേണം, നമ്മളോടില്ല. നമ്മൾ ക്ഷമിച്ചു, 1 ക്ഷമിച്ചു, 2 ക്ഷമിച്ചു, 3 ക്ഷമിച്ചു, ഒരുപാട് അവസരങ്ങൾ കൊടുത്തിട്ടും ഇത് തന്നെയാണ് നമ്മൾ വീണ്ടും നെഗറ്റീവിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഡിറ്റാച്ച്മെൻ്റ് അതാണ്. നമുക്ക് ഓരോ ഹേർട്ട് കിട്ടുമ്പോഴും നമ്മൾ അതിൽ നിന്ന് ഡിറ്റാച്ച് ആയിക്കൊണ്ടിരിക്കണം. അല്ലാതെ അതിൽ തന്നെ ഞാൻ എന്തായാലും മാറത്തില്ല, ഇങ്ങനെ തന്നെ പിടിച്ചത് നമ്മൾ വീണ്ടും നമ്മൾ ഡൗൺ ആകത്തേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ അവസാനം ഒരു സൂയിസൈഡ് പോയിന്റിൽ വരെ ചിലപ്പോൾ എത്തിയെന്നിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ചാൻസ് ഒന്നും എല്ലാവർക്കും കൊടുക്കരുത്. നമ്മൾ നമ്മളെ സ്നേഹിക്കുക, നമ്മൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുക. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ റെസ്പെക്റ്റ് പോലെ നമുക്കും കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം, അല്ലേ?
നമ്മുടെ മക്കളാണെങ്കിൽ പോലും, കുഞ്ഞു കുട്ടിയാണെങ്കിൽ പോലും അവനെ അല്ലെങ്കിൽ അവളെയും റെസ്പെക്റ്റ് കൊടുത്ത് വളർത്താം. അത് കണ്ടായിരിക്കും അവർ തിരിച്ച് നമ്മളോടും പെരുമാറുന്നത്. ഇത് എല്ലാ ബന്ധങ്ങളിലും ആപ്ലിക്കബിൾ ആണ്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് വേണം. എല്ലാവർക്കും ഫീലിങ്സ് ഉണ്ട്, മനുഷ്യരായ എല്ലാവർക്കും വിഷമവും ദേഷ്യവും ഇതൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി ഒരാൾ ഹേർട്ട് ചെയ്ത് ഇൻസൾട്ട് ചെയ്ത് നാണം കെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളും അത് കണ്ടിന്യൂസ്ലി കേട്ടോണ്ടിരിക്കത്തില്ല. ഓട്ടോമാറ്റിക്കലി അവിടെ റിയാക്ഷൻ വരും. അപ്പോൾ എപ്പോഴും ഈ റിയാക്ഷൻ അഡിക്റ്റായി കരഞ്ഞിരിക്കാതെ ചേഞ്ച് ആവാനായിട്ടുള്ളത് നമുക്ക് അപ്പോൾ അതിൽ പറയുന്നുണ്ട്, കമൻസിൽ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, മെഡിറ്റേഷൻ ചെയ്യാൻ തോന്നുന്നില്ല, ഒന്നിനും തോന്നുന്നില്ല. ഇങ്ങനെ ചുമ്മാ ഒരു ദിവസം എഴുന്നേറ്റ് എന്നുവെച്ചാൽ എഴുന്നേൽക്കുന്നത് ഏറ്റവും വലിയ മനോവിഷമമായിട്ടാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ ആ ഒരു ദിവസം ഫുൾ അങ്ങനെ പോവുള്ളൂ. എനിക്കത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് അങ്ങനെ ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ടായിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഞാൻ ഓക്കെ ആണെന്നൊന്നുമല്ല, ഇപ്പോഴും ടെൻഷൻസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കുറേയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. അതായത് ഞാൻ എന്നെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു എന്നുള്ളതാണ്. എനിക്കറിയാം ഇപ്പോൾ എന്നെ ഓക്കെ ആക്കാൻ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തൊക്കെ വേണം എന്നുള്ളത് എനിക്കറിയാം. അവിടെ വേറെ പലരും, അതായത് എൻ്റെ ലൈഫ് ഞാൻ എന്തിലൂടെ പോകുന്നു, എനിക്ക് എന്താണ് ആവശ്യം, നമ്മുടെ ഒരു കാര്യങ്ങളിൽ ഒരു ഹെൽപ്പ് ഒന്നും ചെയ്യാത്ത പലരും വന്ന് ചിലപ്പോൾ അഭിപ്രായം പറയും. ഇപ്പം അങ്ങനെയല്ല. എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ നമ്മൾ തീരുമാനം എടുക്കേണ്ടത് ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ്, മക്കൾ, ഇതാണ് നമ്മുടെ സർക്കിൾ. അല്ലാതെ മറ്റുള്ളവർക്ക്, അതായത് രണ്ടുപേരുടെ ഇടയിൽ മൂന്നാമതൊരാൾക്ക് എൻട്രി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ ലൈഫിൽ എന്താണ് വേണ്ടതെന്നുള്ളത്, അതനുസരിച്ചിട്ട് കൊണ്ടുപോവുക. ആ ഒരു ക്ലാരിറ്റി ഉണ്ടാവാനായിട്ട് ഈ ഒരു മെഡിറ്റേഷൻ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ തോന്നുന്നുണ്ടാവില്ല, മെഡിറ്റേഷൻ ചെയ്യാൻ നാമം ജപിക്കാൻ തോന്നുന്നുണ്ടാവില്ല, അതായത് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടാവില്ല, ഇങ്ങനെയൊന്നുമില്ല. പക്ഷേ നമ്മളെ തന്നെ കമ്പൽ ചെയ്യിപ്പിക്കണം. അപ്പോൾ നമ്മളൊന്ന് ഇരിക്കുകയാണ്, ഇങ്ങനെ നമ്മുടെ ബോഡി പോസ്ചർ കറക്റ്റ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിരിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്നും തോന്നത്തില്ലായിരിക്കും, ഈവൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും തോന്നുകയില്ല, എനിക്കത് മനസ്സിലാവും. പക്ഷേ നോ ഇഷ്യൂസ്, നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. ഒരു 10 മിനിറ്റ്, ചിലപ്പോൾ 10 മിനിറ്റ് ഒന്നും ഇരിക്കാൻ തോന്നുകയില്ല, എന്നാലും ഒരു 10 മിനിറ്റ് വെറുതെ കണ്ണടച്ചൊന്നിരിക്കുക. ആ സമയത്ത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രയേഴ്സ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റും. ഇപ്പോൾ ഹിന്ദുസ് ആണെന്നുണ്ടെങ്കിൽ ഓം എന്നുള്ളത് ചൊല്ലാം. എന്തെങ്കിലും നിങ്ങൾ ക്രിസ്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള മതപ്രകാരമുള്ള കാര്യങ്ങളും ചെയ്യാം കേട്ടോ. അത് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. പിന്നെ അഫർമേഷൻസ്, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ലായിരിക്കും, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ലായിരിക്കും. ബട്ട് സ്റ്റിൽ നിങ്ങളെ കമ്പൽ ചെയ്ത് അഫർമേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാറ്റിയെടുക്കണം എന്ന് ആഗ്രഹമുള്ള കുറേ ഏരിയാസ് ഉണ്ടായിരിക്കുമല്ലോ, എഴുതി തുടങ്ങുക. പറ്റത്തില്ല എന്ന് വിചാരിക്കരുത്. എനിക്ക് ആ കമൻറ്റ് വന്ന 3 കുട്ടികളുടെ ഒരമ്മ ആണ് എനിക്ക് ആ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കറിയില്ല ചേച്ചിയാണോ ആരാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ പറയുകയാണ്, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മക്കളുടെ അവസ്ഥ ഭയങ്കര കഷ്ടമായിരിക്കും. അപ്പോൾ അവരുടെ നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും സ്ട്രോങ് ആയിട്ട് നിന്ന് അവരെ ഒന്ന് വളർത്തിയെടുത്ത് നോക്കിക്കേ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഫേസ് ചെയ്തു, ഇനിയും കുറേയൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോഴല്ലോ ഭയങ്കര ബോൾഡ് വുമൺ ആകാൻ പറ്റും, ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ താഴ്ത്തി സംസാരിച്ചവരും ഇൻസൾട്ട് ചെയ്തവരും ഒക്കെ തന്നെ ഇവർക്ക് ഇങ്ങനെയൊക്കെ പറ്റുമായിരുന്നു, ഇങ്ങനെയൊക്കെ കഴിവുണ്ടായിരുന്നോ എന്ന രീതിയിൽ, അതിശയം ഉണ്ടാകുന്ന രീതിയിൽ മാറാൻ പറ്റും. ഡെഫിനറ്റ്ലി മാറാൻ പറ്റും. ഒരു സ്ത്രീക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ആണുങ്ങളെ കഴിഞ്ഞൊക്കെ മെൻ്റലി ഫിറ്റാണ്. അത് അറിയാമല്ലോ എല്ലാവർക്കും. മെയിൽസ് എന്ന് പറയുന്നത് ഫിസിക്കലി ഫിറ്റാണ്. പക്ഷേ ഒരു പെണ്ണിന് ഒരുപാട് കാര്യങ്ങൾ, അവളെപ്പോഴും മൾട്ടി ടാസ്കിങ് ആണ്, അവൾ പവർഫുള്ളാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരേ സമയം. അപ്പം ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്. പിന്നെ ചില ഏരിയാസിലൊക്കെ അത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ, പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. കാരണം നമ്മൾ ഈ മെഡിറ്റേഷൻ നമ്മുടെ ഒരു ഭാഗമാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ലൈഫിൽ ഓരോരുത്തരും വരുമ്പോൾ അത് നെഗറ്റീവായിട്ടുള്ള ആളാണോ പോസിറ്റീവായിട്ടുള്ള ആളാണോ, നമ്മുടെ ലൈഫിൽ ചേർക്കേണ്ട ആളാണോ, ലൈഫിൽ അടുപ്പിക്കാൻ പറ്റാത്ത ആളാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു മെസ്സേജ് വന്നാൽ പോലും, നമ്മുടെ ഫോണിലൊരു മെസ്സേജ് വന്നാൽ പോലും അയാളുടെ ഇൻറ്റൻഷൻ എന്താണ്, ഇയാൾ എൻ്റെ ലൈഫിലേക്ക് നല്ലതാണോ ചീത്തയാണോ, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, നമുക്ക് ആ ഒരു ഇൻറ്റൻഷൻ വരും, നമുക്ക് ആ ഒരു ഫീല് വരും. അപ്പോൾ അതാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ലൈഫിൽ നമ്മൾ പോലും അറിയാതെ പല പ്രശ്നങ്ങൾ കൊണ്ട് മൂടപ്പെട്ടു പോയ നമ്മുടെ കഴിവുകളുണ്ട്, നമുക്ക് എത്തിച്ചേരാൻ പറ്റുമായിരുന്ന പല മേഖലകളുണ്ട്, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്ന പല കാര്യങ്ങളുണ്ട്. അത് എത്ര ചെറിയ കാര്യമായിക്കോട്ടെ. എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ലൈഫിൽ ഓരോ ദിവസവും കിട്ടുന്ന ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് ഭയങ്കര
സന്തോഷമുള്ളതാണ്. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ടിരുന്ന് സന്തോഷം അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ആളൊന്നുമല്ല. ഞാൻ ഓക്കെയാണ്. ഇപ്പോൾ ഞാനെൻ്റെ ഒരു ട്രൈപോഡിൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ ഭയങ്കരമായിട്ടത് അതിൽ താങ്ക്സ് ഞാൻ പറഞ്ഞു അപ്പം തന്നെ. അപ്പോൾ നമ്മൾ കിട്ടുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും താങ്ക്സ് പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് ശീലമാക്കുക. എനിക്കിപ്പോൾ ഇവിടെ അബുദാബി വന്നാൽ പിന്നെ അങ്ങനെ നടക്കാനൊന്നും പറ്റുന്നില്ല, ഗ്രാറ്റിറ്റ്യൂഡ് പോക്കിനൊന്നും പറ്റുന്നില്ല. എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ പറ്റുവാണെന്നുണ്ടെങ്കിൽ നടക്കുമ്പോൾ അത് ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് വോക്കാക്കി എടുക്കാറുണ്ട്. പിന്നെ ഇവിടെ വന്ന് ആ സമയം നമുക്ക് ഇവിടുമായിട്ടൊന്ന് അറ്റാച്ച് ആകാനുള്ളൊരു സമയമുണ്ട്, ഇവിടുമായിട്ട് റെഡിയായി എടുക്കണം. ആ ഒരു സമയമൊക്കെ എടുത്തു. അപ്പം നമ്മുടെ മെഡിറ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ദിവസം നമ്മളിവിടെയായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. കാരണം ഇത്രയും നാൾ നാട്ടിലായിരുന്നു, അവിടെ നമുക്ക് ഓൾറെഡി ഒരു സെറ്റ് ഉണ്ട് മെഡിറ്റേഷൻ ചെയ്യാനും എല്ലാത്തിനും നമ്മൾ ഓൾറെഡി അവിടെ സെറ്റാണ്. പക്ഷേ ഒരു സ്ഥലം മാറി വരുമ്പം നമുക്ക് അവിടെയായിട്ടൊന്ന് റെഡിയായി കിട്ടാനുള്ളൊരു ടൈം എടുക്കുമല്ലോ. അത് എന്തായാലും ഇവിടെ എടുത്തു. അപ്പോൾ ഇനി എനിക്ക് എൻ്റെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ വിചാരിക്കുക എനിക്ക് ഓക്കെ ആയേ പറ്റുള്ളൂ, എന്നെ ഓക്കെ ആക്കാനായിട്ട് എനിക്കേ പറ്റുള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു റിയാലിറ്റി. അത് ആലോചിക്കുക. ആ കമൻ്റ് ഇട്ട ആ ഒരു ചേച്ചിയോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ലൈഫ് നേരെയാക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലും നമുക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ ഒരുപാട് ഓപ്ഷൻസ്, ഒത്തിരി സാധ്യതകളാണ് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ അല്ലേ. നമുക്ക് ഒരു ജോലി കിട്ടാനാണെങ്കിലും എന്തിനാണെങ്കിലും ഒരുപാട് സ്കോപ്പുകളുണ്ട്. നമ്മളത് ശരിക്കും ഒന്ന് കണ്ണു തുറന്നിട്ട് നോക്കാത്തത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, ഒരു ജോലിയൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചിലപ്പോൾ ആ രീതിയിലൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ ഈ ഒരു വിഷമത്തിലേക്ക് മാത്രം, അല്ലെങ്കിൽ നമുക്കുണ്ടായ ഈ ഹാർട്ട് ബ്രേക്സ് ഉണ്ടല്ലോ, അതിലേക്ക് മാത്രം നോക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശ്രദ്ധ അതിലേക്ക് മാത്രം പോയി വീണ്ടും 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 സങ്കടങ്ങളിലേക്ക് മാത്രമേ പോവുള്ളൂ. കാരണം ചെറിയൊരു സങ്കടം ആലോചിക്കും, പിന്നെ അതിന് മുന്നേ ഉള്ള ആ ഒരു വിഷമത്തെക്കുറിച്ച് ആലോചിക്കും. അതായത് നമ്മുടെ പ്രിയപ്പെട്ടവർ തരുന്ന ഒരു വിഷമം നമുക്ക് എപ്പോഴും ഉള്ളിൽ ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. നമ്മളെ കൂടുതൽ വിഷമത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ നെഗറ്റീവ് അടിച്ചിരിക്കാം എന്നല്ലാതെ ഒരിക്കലും അതിൽ നിന്ന് എഴുന്നേറ്റ് വരാനായിട്ട് പറ്റത്തില്ല. നമുക്ക് വേണ്ട എന്താ, നമുക്കൊന്ന് അതിൽ നിന്ന് എഴുന്നേറ്റ് വരണം, നമുക്ക് നമ്മുടെ ലൈഫിനെ ഒന്ന് സെറ്റ് ആക്കണം. ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. എല്ലാവരും ചിന്തിക്കാം, നമുക്കൊക്കെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്, അവരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് മാത്രം എന്തുകൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ ചിന്തിക്കേണ്ട, നമുക്ക് പറ്റും എന്നുള്ളത് നമ്മളെ വിശ്വസിപ്പിക്കുക. എനിക്കിതിനെല്ലാം സാധിക്കും, എനിക്ക് അച്ചീവ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം നമ്മളെ തന്നെ ഒന്ന് വിശ്വസിപ്പിക്കണം ആദ്യം. നമ്മൾ ഈ പ്രശ്നങ്ങളിലെല്ലാം പെട്ട് എന്നെക്കൊണ്ടൊന്നിനും പറ്റത്തില്ല, പിന്നെ മറ്റുള്ളവരുടെ, അതായത് അടുത്ത് നിൽക്കുന്നവർ തന്നെയാണ് നമ്മളെ ഈ കുറ്റവും കുറവുകളും പറഞ്ഞ് താഴ്ത്തിയിടുന്നത്. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി വിശ്വസിച്ചു പോകും, എന്നെക്കൊണ്ടൊന്നിനും പറ്റത്തില്ല. നമ്മളോട് എത്ര മോശമായിട്ട് പെരുമാറിയാലും, നമ്മളെത്ര ഇൻസൾട്ട് ചെയ്താലും നമുക്ക് തിരിച്ചൊന്ന് ശബ്ദിക്കാനുള്ള അനുവാദം പോലും ഇല്ല എന്നുള്ളതാണ് ഓരോ സ്ത്രീയുടെയും ഏറ്റവും വലിയ ശാപം. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഏറ്റുവാങ്ങി അവൾ ഒന്നുമല്ലാത്ത രീതിയിലായി പോവാണ് ഓരോ ദിവസവും. അവൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, നമുക്ക് ഒരുപാട് കഴിവുകളുണ്ടായിരിക്കാം, പക്ഷേ ഈ ചുറ്റിനുമുള്ള കുറേ ടോക്സിക് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ടോക്സിക് ആണെന്ന് നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഇങ്ങനെ ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തുകൊണ്ട് ഡിറ്റാച്ച്മെൻറ്റിന് ശ്രമിക്കുന്നില്ല? ഒന്ന് ട്രൈ ചെയ്യുക. ഇങ്ങനെയുള്ള നെഗറ്റീവുകളെ പതുക്കെ ഒരു ഗ്യാപ്പ് ഇട്ടങ്ങ് നിർത്തിക്കൊള്ളുക. നല്ല നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്യാപ്പ് ഇട്ടോ കേട്ടോ, കാരണം നമ്മുടെ ലൈഫിൻ്റെതാണ് നല്ലത്. എന്നിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. 2025 വരുമല്ലേ, ഇന്ന് തൊട്ട് തീരുമാനിച്ചോ നിങ്ങൾ 2025 എന്തൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളത്. എല്ലാ ഏരിയാസും കവർ ചെയ്യണം, എല്ലാ ഏരിയാസും. അതിലൊരു ലിസ്റ്റ് ഔട്ട് ചെയ്ത് നമ്മളെ ദ്രോഹിച്ച, നമ്മളെ ഇൻസൾട്ട് ചെയ്ത, നമ്മളെ ഒന്നും അല്ലാതാക്കി സംസാരിച്ച് നമ്മളെക്കുറിച്ച് എല്ലാവരും കുറ്റം പറഞ്ഞു നടന്ന ആൾക്കാരുടെയൊക്കെ മുഖം എടുത്തിങ്ങനെ വെക്കുക. ആ മുഖം ഓർക്കുമ്പം നമുക്ക് വാശി വൈരാഗ്യം അങ്ങനെയൊന്നുമല്ല, നമുക്ക് നമ്മളെ റെഡിയാക്കി എടുക്കാനുള്ളൊരു ഇൻസ്പിറേഷൻ, അതാണ് വേണ്ടത്. നമുക്ക് ലൈഫിൽ ഇനി ഉയരണം എന്നുള്ള ഒരു ചിന്ത ആ ഒരു ഫേസൊക്കെ ഓർക്കുമ്പോൾ ഉണ്ടാവണം. അതാണ് വേണ്ടത്. അല്ലാതെ തകർന്നിരിക്കരുത്. ഇത്രയും നാൾ നമ്മൾ വിഷമിച്ചിരുന്നത് പോലെ ഇനിയും പോയിട്ടുണ്ടെങ്കിൽ ഇനിയും നമ്മുടെ ലൈഫ് ഡൗൺ ആവും അല്ലേ. അതല്ലേ വേണ്ടത്. നമുക്ക് ഓരോ വർഷം കൂടുമ്പം ഓരോ വയസ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പം വീണ്ടും ഡൗൺ ആയി പോകാനായിട്ട് നമ്മൾ തന്നെ ഒരു കാരണമാവരുത്. നെഗറ്റീവുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. നമ്മളതിനെ മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മളുടെ കടമയാണ് അല്ലേ. അല്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്ത് തള്ളിക്കളയുക, പോന്ന് പറഞ്ഞുകൊണ്ട് ക്യാൻസൽ ചെയ്ത് വിടുക. എത്ര നെഗറ്റീവുകൾ വന്നാലും അത് വ്യക്തികളായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ലൈഫിൽ സ്ഥാനമില്ലാത്ത ഒന്നിനും, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും വേദനകൾ തന്നുകൊണ്ടിരിക്കുന്ന ഒന്നിനെയും നമ്മൾ നമ്മുടെ കൂടെ കൂട്ടേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ ഒരാൾ മാത്രം ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല, 2 കൂട്ടരും ശ്രമിക്കണം അല്ലേ. അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. മക്കളെ കൂടി സന്തോഷമായിട്ട് ജീവിക്കാനുള്ള വഴികൾ കാണും. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, മെൻ്റലി ഇമോഷണലി ഫിറ്റ് ആകുക. നമ്മൾ ഒരാളെയും ഒരു പരിധിയിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇമോഷണലി നമ്മൾ ഒന്ന് സ്ട്രോങ് ആവുക. മെഡിറ്റേഷൻ ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടായിരിക്കില്ല, പക്ഷേ ഒന്ന് വെറുതെ ഇരുന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഇരുന്നിരുന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ അതെല്ലാം ആയിക്കോളും. കാരണം ഫസ്റ്റ് തന്നെ മെഡിറ്റേഷൻ ഇരിക്കുമ്പം ആർക്കും മെഡിറ്റേഷൻ ഓക്കെ ആയിട്ട് വരത്തില്ല. കാരണം നമുക്ക് ഇത്രയും പ്രശ്നങ്ങളുള്ളതല്ലേ, ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു. പെട്ടെന്ന് ഒരു ദിവസം ചെന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും അതിലേക്ക് ഓക്കെ ആവാൻ പറ്റത്തില്ല. പതുക്കെ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒറ്റ ദിവസമോ അല്ലെങ്കിൽ 2-3 ദിവസം ഇരുന്നിട്ട് ഞാൻ ഓക്കെ ആവുന്നില്ലല്ലോ, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലല്ലോ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, അതൊരു കുറ്റമൊന്നുമല്ല. പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ്ലി ശ്രമിക്കുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നമുക്കുണ്ടാകുന്ന ഒരു ചേഞ്ച്. അതറിയോ, നമ്മുടെ തോട്ട് പ്രോസസ്സിൽ തന്നെ വരുന്ന മാറ്റങ്ങൾ നമുക്ക് അതിശയം തോന്നും. ഇത്ര സ്ട്രോങ് ആയിരുന്നു ഞാൻ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പല കഴിവുകളെയും നമ്മൾ പോലും റിയലൈസ് ചെയ്യുന്നത് അപ്പോഴായിരിക്കും. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിൽ എനിക്കിപ്പോൾ എൻ്റെ എക്സാമ്പിൾ എനിക്ക് ഒരുപാടുണ്ട്, അതറിയോ. അപ്പോൾ ഞാനെപ്പോൾ എല്ലാത്തിനും ഒന്ന് മാറിയോ അല്ലെങ്കിൽ ഒന്ന് കുറേയൊക്കെ ഡിറ്റാച്ച് ആയോ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് എൻ്റെ ആവശ്യങ്ങളായിരുന്നു കേട്ടോ. എൻ്റെ ലൈഫിന് വേണ്ട കുറേ കാര്യങ്ങൾ ആവശ്യങ്ങളായിരുന്നു, എൻ്റെ മക്കൾക്ക് വേണ്ടി അങ്ങനെയുള്ള കുറേ ആവശ്യങ്ങളായിരുന്നു. പക്ഷേ അത് ഞാൻ നേടിയപ്പം എന്നെ കളിയാക്കാനും കുറ്റം പറയാനും, എന്നുവെച്ചാൽ ഈ കളിയാക്കുന്ന കുറ്റം പറയുന്ന ആൾക്കാരൊന്നും എനിക്കൊരു ഹെൽപ്പും ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഹെൽപ്പും ചെയ്തിട്ടില്ല, എനിക്കൊരു ഉപകാരം ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷേ ഇവരിങ്ങനെ കുറ്റം പറയും എപ്പോഴും. അത് അവരുടെ ജോലിയാണ്, നമുക്കത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അത് അവർ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് അവരെ മാറ്റാൻ പറ്റില്ല. അത് അവർക്ക് തന്നെ ലാസ്റ്റ് നെഗറ്റീവ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. പക്ഷേ ഇഗ്നോർ ചെയ്യുക. ആൻഡ് മെൻ്റലി മാനസികമായിട്ടൊരു ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇതൊന്നും അഫക്റ്റ് ചെയ്യത്തില്ല. അപ്പം അതുണ്ടാക്കിയെടുക്കുക. ഇമോഷണലി ഫിറ്റ് ആകുക, നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഡിറ്റാച്ച് ആവുക. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് നമ്മുടെ കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിലും ഹെൽത്ത് വൈസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അപ്പിയറൻസിൽ, നമ്മുടെ ലുക്സിലൊക്കെ നമുക്ക് മാറ്റം വരുത്താനായിട്ട് ആഗ്രഹമുള്ളവരില്ലേ? ഉണ്ട്. അപ്പോൾ ഇത് ബോഡി ഷേമിംഗ് ഒന്നും അല്ല കേട്ടോ. നമുക്ക് നമ്മുടെ ലുക്സിലൊക്കെ മാറ്റം വരുത്തി കൊണ്ടുവരുമ്പോഴത്തേക്കും അത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ കൂടിയാണ് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരുപാട് ഏരിയാസിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഒരുപാട് ഏരിയാസിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ വേണം. നമ്മുടെ മക്കളെ അവർക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, നമുക്കതിന് ഏണിങ്സ് വേണം. അങ്ങനെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വെറുതെ കരഞ്ഞിരിക്കാൻ പാടില്ല. എനിക്ക് എൻ്റെ ലൈഫിൽ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ ലൈഫിൽ എന്ത് വേണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്. നമുക്കറിയണം, നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എൻ്റെ ലൈഫിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി എപ്പോഴും എനിക്കുണ്ടായിരിക്കണം, മറ്റുള്ളവരല്ല പറഞ്ഞു തരേണ്ടത്. മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പം നമുക്ക് നമ്മുടെ ആ ഒരു സോൾ പർപ്പസ് അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ എന്താണ് ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത കുറേ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് തട്ടിക്കളയാൻ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ഫീൽ വരും. അത് പോകും. നല്ല ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് വരും. നമ്മുടെ ലൈഫിൽ നമ്മൾ പോലും വിചാരിക്കാത്ത ആൾക്കാർ ഹെൽപ്പൊക്കെ കൊണ്ടുവരും. നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരും. ചിലപ്പോൾ അപ്പോഴും ഓരോ നെഗറ്റീവ്സും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ വളരെയധികം ധൈര്യത്തോടു കൂടി നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എല്ലാവർക്കും പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ ഞാനുണ്ട് കൂടെ. നമുക്ക് ഉറപ്പായിട്ടും വാട്സപ്പിൻ്റെ ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലൊക്കെ കാണാം. ബൈ.